ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൻ. ഇനി ഞാൻ വന്നിരിക്കുന്ന സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഈ റെസിപ്പി മുൻപ് ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തു അറിയിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കാം. വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞെടുത്തതാണ്, അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് കടലമാവാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ദോശമാവിൽ ഉപ്പ് ചേർത്തതാണെങ്കിൽ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ചേർക്കുകയാണ്. ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ഞാൻ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റിൽ സ്വല്പം ജീരകവും പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ഈ മാവില് അത് സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. സ്നാക്സ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. സ്നാക്സ് എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.